ഇത് നമുക്ക് വെണ്ടക്കായ മോരൊഴിച്ച് കറി വെക്കുന്നതെങ്കിൽ നോക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും വേണം, സവോളയും വേണം, ഇഞ്ചിയും വേണം. ഈ കറിയുടെ കളറ് നല്ല വെള്ള കളറായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഈ കറിയിലേക്ക് മുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കണില്ല. അപ്പം എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കണം. പിന്നെ സവോള, ഞാനിവിടെ ഒരു മീഡിയം സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഈ കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കും. അതിന് വേണ്ടിയിട്ട് 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജീരകവും വേണം. ജീരകം ഞാനിവിടെ ചെറിയ ടൈപ്പ് ജീരകമാണ് എടുത്തേക്കുന്നത്. ഈ ജീരകവും തേങ്ങയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തേങ്ങ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചെടുക്കരുത്. അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ വേണ്ടത് തൈരാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കടയിൽ നിന്ന് തൈര് വാങ്ങണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന തൈരിന് പുളി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നല്ല പുളി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഒരു 2 ദിവസം പുറത്ത് വെക്കുക. അപ്പോൾ തൈര് നന്നായിട്ട് പുളിച്ച് കിട്ടും. ഈ തൈര് നിങ്ങളുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കുക. തൈര് കറിയിലേക്ക് ചേർക്കാൻ പോകുന്നതിന് മുമ്പ് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും. കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉലുവ വേണം. പിന്നെ കടുക് വേണം. കടുക് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. ഞാനിവിടെ സവോളയും എടുത്തേക്കുന്നത്. അത് സവോള നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഉണക്കമുളക് വേണം. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയും ചേർക്കണം. അത് കറിയിലേക്കും ചേർക്കണം. പിന്നെ ഈ കറി താളിച്ച് ചേർക്കുമ്പോഴും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയും ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ കറിയാക്കാന്ന്. ഫസ്റ്റ് ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഈ ചെറിയ ജാറിലേക്ക് 3 പിടി തേങ്ങ ചേർക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. ഈ തേങ്ങയൊക്കെ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ ചേർക്കണ വെള്ളം നല്ല തണുത്ത വെള്ളമാണെങ്കിൽ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം. നല്ല തണുത്ത വെള്ളത്തിൽ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ശരിക്കും അരഞ്ഞു കിട്ടില്ല. ചില സ്ഥലത്തേക്കും ടാപ്പിൽ വരുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കും. അപ്പോൾ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെണ്ടക്കായ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെണ്ടക്കായ എടുക്കുമ്പോൾ മൂക്കാത്ത ഇളം വെണ്ടക്കായ നോക്കിയിട്ട് എടുക്കുക. വെണ്ടക്കായ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഇതേപോലെ 4 പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതായത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെണ്ടക്കായും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കറിയാക്കാം. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ വെക്കാം. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തേക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിലേക്ക് വരുമ്പോൾ മൺചട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഞാൻ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോൾ 1 അല്ലെങ്കിൽ 2 മൺചട്ടി വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട്. അത് ഞാൻ പെട്ടിയിൽ വെച്ച് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൺചട്ടിയുടെ ഉള്ളിൽ നിറച്ചും ഡ്രസ്സുകൾ വെച്ചിട്ട് ഈ മൺചട്ടി കമത്തി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറേ ഡ്രസ്സുകൾ വയ്ക്കും. അതിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ മൺചട്ടി പൊട്ടിപ്പോവില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇന്നേ ഒരൊറ്റ പ്രാവശ്യം പൊട്ടിപ്പോയിട്ടില്ല. പിന്നെ നമ്മൾ മൺചട്ടിയൊക്കെയും നാട്ടിൽ പോയിട്ട് വാങ്ങുമ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കാണാം റോഡിൻ്റെ സൈഡിൽ ഇരുന്നിട്ടായിരിക്കും മിക്കവരും ഇതേപോലത്തെ ഈ മൺചട്ടികളൊക്കെ വിൽക്കണത്. അപ്പോൾ അത് വിൽക്കണത് മിക്കവരും അമ്മമാരായിരിക്കും. അവരുടെ കയ്യിൽ എപ്പോഴും കാണാം ഓരോ ചെറിയ കുട്ടികളെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചട്ടിക്ക് സാധാരണ ഒരു 200-250 രൂപയായിരിക്കും വില. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു 250 രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളത് കുറച്ച് നമ്മളൊരു 200-225 രൂപയെങ്കിലും ആക്കും. പക്ഷേ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു 25 രൂപ കൊണ്ട് നമുക്കൊന്നും കിട്ടില്ല. പക്ഷേ അവർക്ക് അതിനകത്ത് നിന്ന് ചിലപ്പോൾ അതായിരിക്കും അവരുടെ ലാഭം. അപ്പം ഇങ്ങനെയൊക്കെ റോഡിൻ്റെ സൈഡിലേക്ക് ഇരുന്ന് കച്ചവടം നടത്തുന്ന ആൾക്കാർ അവർ വലിയ വലിയ വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ ബാങ്കിൽ പൈസ അക്കൗണ്ടിൽ സൂക്ഷിക്കാനോ വേണ്ടിയിട്ടല്ല അവർ ഇതേപോലെയുള്ള കച്ചവടങ്ങൾ നടത്തുന്നത്. അപ്പം അങ്ങനെയുള്ള കച്ചവടങ്ങൾ നടത്തുന്ന അവരുടെ അടുത്ത് നമ്മൾ ഒരുപാട് വില പേശാൻ വേണ്ടിയിട്ട് പോകരുത്. അത് നമുക്കറിയാം ചിലപ്പോൾ ഒരു 10-20 രൂപയായിരിക്കും അവർ കൂടുതൽ ചോദിക്കണേന്ന്. അപ്പോൾ നമ്മളതവിടെ കൊടുക്കുക. അപ്പോൾ അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും.
അപ്പോൾ നെക്സ്റ്റ് ടൈം ചെല്ലുമ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യാം. ചൂടായ മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വെക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക. ഇഞ്ചി ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല അല്ലിയായിട്ട് വിടർത്തിയിടണം. ഇത് ചൂടായ ഓയിലിലേക്ക് ചേർക്കാം. സവോളയ്ക്ക് നന്നായിട്ട് വഴന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് വെണ്ടക്കായ ചേർത്തു. ആ വെണ്ടക്കായ ചേർക്കുന്ന സമയത്ത് ക്യാമറ ഓഫായിപ്പോയി. അപ്പോൾ സവോള നന്നായിട്ട് മൊരിയാൻ നിൽക്കണ്ട. ഒന്ന് വഴന്നു വഴന്നു കഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. പിന്നെ സോഫ്റ്റായിട്ട് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് വെണ്ടക്കായ ചേർക്കാം. ഈ വെണ്ടക്കായ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. വെണ്ടക്കായ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ട് ഇതിങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത്. അതേപോലെ അങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത് മാറണം. ഇത് ഈ വെണ്ടക്കായ ചെറുതായിട്ടൊന്ന് മൊരിയണം. അല്ലെങ്കിൽ ഇത് നമ്മൾ കറിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കറി നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ കറിയുടെ ഗ്രേവിക്കും ഭയങ്കര സ്റ്റിക്കി പോലെ ഇരിക്കും, ഒട്ടി പിടിച്ച പോലെ ഇരിക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം വെണ്ടക്കായ മൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ വെണ്ടക്കായ നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഇപ്പോൾ വെണ്ടക്കായ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഒട്ടും സ്റ്റിക്കി ആയിട്ടിരിക്കുന്നില്ല. അത് ഏറ്റവും ആദ്യം ഇളക്കുമ്പോൾ ഇങ്ങനെ വെണ്ടക്കായ ഇങ്ങനെ ഒരു നൂല് പോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ വെണ്ടക്കായ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ തൈരും കൂടിയും ചേർക്കുമ്പോൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാവും. പിന്നെ ഈ കറി ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ തിക്കായിട്ടിരിക്കണം. അതായിരിക്കും കറിക്ക് ടേസ്റ്റ് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഈ തേങ്ങ ഒന്ന് വേവണം ഇതിനകത്ത് കിടന്നിട്ട്. അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്രയ്ക്ക് വെള്ളം മതിയാവും. ഇനി ഇതിന് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. ഈ തീ പതുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ്. അപ്പോൾ ഈ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വേവും. തീ പതുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഈ കറി ഞാനിവിടെ മൂടി വെച്ച് വേവിച്ചു. അപ്പോൾ ഇതിനകത്ത് ആ തേങ്ങയ്ക്കും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർക്കാം. തൈര് ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കറക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വെള്ളം പോലെ കിട്ടും, അല്ലെങ്കിൽ അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട പോലെ കിടക്കും. ഇതിലേക്ക് തൈര് ചേർക്കാം. നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വഴിക്കാണ് തീ ഓഫ് ചെയ്യുക. തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തൈര് പിരിഞ്ഞു പോവുകയും ചെയ്യും. ഈ കറി ഒന്നും കൂടി നന്നായിട്ട് വെള്ളം പോലെ ആവുകയും ചെയ്യും. തൈര് ഈ കറിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. കറിയിലേക്ക് താളിച്ച് ചേർക്കുക. മൺകലം നിങ്ങൾ വെക്കുമ്പോൾ എപ്പോഴും അടിയിലൊരു പാത്രം വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ മൺകലത്തിൻ്റെ അടി പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകും. ഇതിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടുക് നമ്മൾ കഴിക്കുമ്പോൾ കടുകിന് കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൈപ്രസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. സവോള ചേർക്കാം. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. പിന്നെ കറിവേപ്പിലയും ചേർക്കാം. നിങ്ങൾ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർത്തത്. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. അതേപോലെ കറിയിലേക്ക് താളിച്ച് ചേർത്ത് കഴിക്കുന്ന കറി ഇങ്ങനെ 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴായിരിക്കും ആ താളിച്ച് ചേർത്തതിൻ്റെ സ്മെല്ലൊക്കെയും ആ കറിയിലേക്ക് ശരിക്കും കിട്ടുക. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തുറന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. അതെപ്പോൾ നിങ്ങൾ കറിയിലേക്ക് താളിച്ച് ചേർക്കുമ്പോഴായിരുന്നാലും ഇതേപോലെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ ഇതിനു മുമ്പൊക്കെ അത് പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അതിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സാധാരണ മൂടി വയ്ക്കാറില്ല. പക്ഷേ സാധാരണ വീട്ടിൽ ഞാൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ മൂടി വയ്ക്കും.
കറി ഇതേപോലെ ചെറുതായിട്ട് തിക്കായിട്ടിരിക്കണം, ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത് കറി. ഇപ്പോൾ വെണ്ടക്കായ മോരൊഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി റൈസിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഈ കറിയും പിന്നെ പപ്പടവും നാരങ്ങച്ചാറും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറിയാണിത്. പിന്നെ ഈ കറിയിലേക്ക് തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരം ഇട്ടിട്ട് തൈര് ചൂടാക്കരുത്. തൈര് കറിയിൽ ജസ്റ്റ് ഒന്ന് മിക്സായി കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. പിന്നെ കറി നിങ്ങൾ മൺചട്ടിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും മൺചട്ടിയിൽ നന്നായിട്ട് ചൂട് നിൽക്കും. അപ്പോൾ മൺചട്ടിയിലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ തൈര് കറിയിൽ ജസ്റ്റ് ഒന്ന് മിക്സായി കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. പിന്നെ കറിയിലേക്ക് നിങ്ങൾ ചേർക്കണ തൈര് നല്ല പുളിയുള്ള തൈരായിരിക്കണം, എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന തൈരാണെങ്കിൽ തൈര് നന്നായിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കാണ്ട് തൈര് പുറത്ത് വെക്കുക. അപ്പോൾ തൈര് നന്നായിട്ട് പുളിച്ച് കിട്ടും. ഇതേപോലെ തന്നെയാണ് വെണ്ടക്കായ കിച്ചടിയും വെക്കുന്നത്. വെണ്ടക്കായ കിച്ചടി വെക്കുമ്പോൾ ഇതിലേക്ക് കടുകും കൂടി അരച്ച് ചേർക്കും.